നമ്മളോടൊപ്പം സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയ ആറാട്ടൻ എത്തിയിട്ടുണ്ട്. ആറാട്ടൻ എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അറിയില്ല. എന്തിനാണ് ആറാട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്? ആഭ്യന്തര പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ആറാട്ടൻ ഇവിടെ എത്തിയിരിക്കുന്നതാണ് പറയുന്നത്. അതിനെപ്പറ്റി ഫ്രീമാൻസ് പോയിന്റ് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. പുള്ളി അത് ഡിസ്കസ് ചെയ്യാൻ വന്നതുകൊണ്ട് എന്താണ് ഇതുവരെ ഡിസ്കഷൻ തുടങ്ങാത്തത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണ് ഫ്രീമാൻസ് പോയിന്റ് പറയുന്നത്. കാരണം ഡിസ്കഷൻ ഇവിടെ ആരംഭിച്ചില്ല, ആഭ്യന്തര വിഷയമാണെന്നാണ് ആറാട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടൊപ്പം ഉസ്മാനുണ്ട്. ഉസ്മാൻ, ഹലോ. ഉസ്മാൻ എന്താ പറയാ? അസ്സലാമു അലൈക്കും. ആഭ്യന്തരം ചർച്ച ചെയ്യാനായിട്ട് ആഭ്യന്തര വിഷയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആഭ്യന്തരം? ആഭ്യന്തരമായിട്ട് പുറത്തു പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു പറയാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഓർത്താണ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് റോയിയുടെ മരണത്തെ പറ്റി എന്തോ പറയാനാണ് ആറാട്ടനോട് എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ആറാട്ടൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് റോയിയെ പറ്റി എന്തോ പറയും എന്നാണ് നമ്മളോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഞെട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ചിരുന്ന് കേൾക്കണോ? അപ്പൊ ഞെട്ടിക്കുന്ന കാര്യം നമുക്ക് ആറാട്ടനോട് ചോദിക്കാം. റോയി ഒന്നിച്ച് പഠിച്ചതാണ്. ഞെട്ടിയില്ല, എല്ലാരും ഞെട്ടിയിരിക്കുകയാണ് ഗായ്സ്. എല്ലാരും ഞെട്ടിയിട്ടുണ്ട്. ഞാനും ഒന്ന് ഞെട്ടി. നീ ഞെട്ടിയോ? ഉസ്മാനും ഞെട്ടിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. താൻ എന്താണ് പറയൂ. ഞെട്ടാൻ പോണേ. അയ്യോ, അത് കിട്ടിയില്ല. ലാലേട്ടൻ ഇങ്ങനെയാണ് ഞെട്ടുന്നത്. ലാലേട്ടന്റെ ഞെട്ടൽ അനുകരിക്കുകയാണ്. ലാലേട്ടൻ ഞെട്ടുന്ന മോനെ വിന്റേജ് ഞെട്ടലാണ് അതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ആറാട്ടനോട് രണ്ടാമത്തെ കാര്യം ചോദിക്കാം. എന്തിനാണ് ആറാട്ടൻ ഇവിടെ വന്നത്? അഭ്യന്തര വിഷയമാണ് വിഷയം. അഭ്യന്തരം എന്ന് പറയുന്നത് എക്സ്ട്രീം പൈസ എക്സ്ട്രീം ഫൈസലില് എൻ്റെ ഒരു കമ്പനിക്കാരനാണ്. ഫൈസൽ ഇപ്പൊ ഇവിടെ ഇല്ല. ഫൈസൽ ഗൾഫിലാണ്. അവനൊരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു കൊണ്ട്. അല്ല, അതല്ല, ഇവനൊരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. പക്ഷെ അവന് ക്വാളിറ്റി വരാന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുമായിരുന്നു. അവിടുന്ന് എക്സ്ട്രീമിസ്റ്റുകളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. നീ പോരാ, അല്ല ഗൾഫിലും പോയി പണിയെടുത്തോളാൻ പറഞ്ഞ് വിട്ടു. അവനങ്ങനെ പിന്നെ ദുബായിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് സൗദി അറേബ്യ പോയിട്ട് അവിടെ മണലാരണ്യങ്ങളിൽ പണിയെടുക്കുകയാണ്. നല്ലൊരു മനുഷ്യനാണ്. വേറൊരു ചർച്ച ചെയ്യാനുണ്ട്. അതായത് കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യമുണ്ടോ? അതാകുമ്പോൾ അണ്ണനല്ലോ അറിയാം. അതാണ് സ്പാന്റെ സിനിമ ഉണ്ട്. അതിൽ ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം മാത്രം കാണിക്കില്ല, പെണ്ണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം കാണിക്കില്ല. ഈ ആണുങ്ങളെ മാത്രം ഒബ്ജക്റ്റിഫൈ ചെയ്യണ്ട. പെണ്ണുങ്ങൾക്കില്ല ലൈംഗിക ദാരിദ്ര്യം, ആണുങ്ങളെ മാത്രം കാണിക്കില്ല. അല്ല, സെക്സ്വാലിറ്റി പറയും എന്ത് വന്നാലും ആണുങ്ങളെ കുറ്റം പറയും, പെണ്ണുങ്ങൾക്കും ഇല്ലേ? എന്താ ആണുങ്ങളോട് മാത്രം പറയണ? ആണുങ്ങൾ കളിയാക്കുകയാണ്. ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം വെച്ചും കളിയാക്കി ഇങ്ങോട്ടാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് സ്ത്രീകളെ വെച്ച് പറയണില്ല? ലൈംഗിക ദാരിദ്ര്യമുണ്ട് എന്ന് ആറാട്ടണ്ണൻ സമ്മതിക്കുന്നുണ്ട്. എനിക്കല്ലടോ, എന്ത് വലിച്ചടോ. എന്താണ് ആറാട്ടണ്ണൻ ആണല്ലേ? ഇത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാം ലൈംഗിക ദാരിദ്ര്യം ഉണ്ട്. പക്ഷെ ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യം മാത്രമേ പറയുള്ളൂ, പെണ്ണുങ്ങളുടെയും പറയണം. അങ്ങനെ പറഞ്ഞാൽ എന്താണ് താങ്കൾ അതിൽ നിന്നും എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? എന്താണ് ഇപ്പോ? സ്ത്രീകൾക്ക് എപ്പോ ആണെങ്കിലും ഇത് അവൈലബിൾ ആവും. അവരൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ദാരിദ്ര്യം ഇവിടെ മാത്രം ഉണ്ടാകുന്നത്. വളരെ ശാസ്ത്രീയമായ ഒരു അവലോകനമായിരുന്നു അത്. ഇത് എന്റെ വാക്കുകളല്ലോ. ഇത് ഡിക്സൺബർഗ് യൂണിവേഴ്സിറ്റി, നോർത്ത് വെർജീനിയ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ആരായിരുന്നു, ബാക്കി താൻ പറഞ്ഞു, വിദഗ്ധൻ. എന്ത് വിദഗ്ധനായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേര് ഞാൻ മറന്നുപോയി. പ്രൊഫസറായിരുന്നു അവിടുത്തെ. അദ്ദേഹം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നായിരുന്നു. ആ ആർട്ടിക്കിൾ ഇത് പറയുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞ കാര്യം അത് ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ കാണാം.
ആ കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തെ പറ്റി ആറാട്ടൻ എന്താണ് പറയാൻ? അങ്ങനെയല്ല, ഈ ഫ്രീമാൻ പറഞ്ഞ ആൾ കോമഡി പ്രൊഡ്യൂസ് നടത്തുക, അത് നിർത്തണം. കോമഡി പ്രൊഡ്യൂസർ കോമഡി പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസർ ഒഴിവാക്കണം. ആറാട്ടനെ ലൈംഗിക ദാരിദ്ര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കത് മാത്രമേ ഉള്ളൂ. ലൈംഗികതയുടെ ദാരിദ്ര്യമാണോ അതോ ലൈംഗിക ദാരിദ്ര്യമാണോ? ലൈംഗികതയിൽ ദാരിദ്ര്യമാണ്. അത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മാത്രമല്ല, ഇവിടെ ആണുങ്ങൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് എല്ലാവരും ലൈംഗിക ദാരിദ്ര്യമുണ്ട്. ലൈംഗിക ദാരിദ്ര്യമുണ്ട്. ഞാനിപ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു 3 ആഴ്ച മുമ്പാണ് ഞാൻ അവസാനത്തെ കളി കളിച്ചത്. പക്ഷേ ശരിയായില്ല. അത് ചെറിയൊരു എന്താ പറയുക, ഫെയിലിയറായി പോയി. ഒരുമാതിരി എടാഡൻ നിസേ എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരുമാതിരി. അല്ല, മലയാളി. അല്ല, നമുക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടാവരുതല്ലോ. അല്ല, ഭാഷയുടെ പ്രശ്നം ഇല്ല ഇതിനകത്ത് ഭാഷ പ്രശ്നമല്ലല്ലോ. അപ്പൊ ഏത് ഭാഷയിലായിരിക്കും താങ്കൾ സെക്സ് ചെയ്യുന്നത്? എനിക്ക് അറബിയിൽ സെക്സ് ചെയ്യാനാണ് താല്പര്യം. സ്വർഗത്തിലെ ഭാഷ അതാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ചെയ്തു പോയാൽ അവിടെ ചെന്നും ചെയ്യാനും എനിക്ക് എളുപ്പമായിരിക്കും. ഇവിടുന്ന് പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഇന്റലക്ച്വൽ സെക്സും ഇന്റലക്ച്വൽ മാസ്റ്റുർബേഷൻ ചെയ്യാൻ താല്പര്യം. ഇന്റലക്ച്വൽ സെക്സും ഇന്റലക്ച്വൽ മാസ്റ്റർബേഷൻ ചെയ്യാനാണ് ആറാട്ടന് താല്പര്യം എന്നാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങളെ അറിയിച്ചു ആറാട്ടന? അതായത് ഫിലോസഫി അല്ലെങ്കിൽ മറ്റേ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ വായിച്ചുകൊണ്ട് കോണ്ടാടാതെ വാണം വിടും. അതാണ് ക്വാണ്ടം ഫിസിക്സ് പഠിച്ചുകൊണ്ട് വാണം വിട്ട് ഈ നിലയിലെത്തിയ ആറാട്ടന് ഇരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ലൈക്ക്. 2000 കായിക താരമാർക്ക് 20,000 കോണ്ടം. ഈ കോണ്ടം ഇല്ലേ, ഈ സെക്സിൽ കോണ്ടം വരുന്നുണ്ടല്ലോ. അപ്പോൾ കോണ്ടം എൻറ്റാങ്കിൾമെന്റ്, കോണ്ടം ഫിസിക്സിനകത്തോട്ട് പോകുമ്പോൾ ഫിസിക്സ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അത് സംസാരിക്കാം. എടി ആ കോണ്ടം എടുത്തെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഒരു കണക്ഷൻ കിട്ടും. അപ്പോൾ ക്വാണ്ടം എടുക്കുന്ന ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിന്റെ പുസ്തകത്തിനകത്ത് ഇരിക്കുന്ന ക്വാണ്ടത്തെ പറ്റിയാണോ പറയുന്നത്? അപ്പൊ കെമിസ്ട്രി ക്വാണ്ടം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി പുസ്തകത്തിനകത്ത് ഇരിക്കുന്ന ക്വാണ്ടം. ക്വാണ്ടത്തിൽ മുഴുവൻ അൺസർട്ടനിറ്റിയാണ്. ഒരു നിശ്ചയമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇയാളീ പറയുന്ന പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.